ആഹ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ നോർത്ത് ഇന്ത്യയിൽ. അതായത് ദളിതർ ഇൻ ദ സെൻസ് ഞാൻ പാവപ്പെട്ടവർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ പണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ടൗണുകളിലല്ല ഇവർ ഈ പ്രവർത്തനം നടക്കുന്നത്. മുസഹർ എന്ന് പറഞ്ഞിട്ടുള്ള കോളനികളുണ്ട്. അതായത് എലിയെ ഭക്ഷിക്കുന്ന കോളനികൾ, പന്നിയുടെ കൂട്ടത്തിൽ താമസിക്കുന്ന കോളനികളുണ്ട്, ആദിവാസികളെ പോലെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെയുള്ള ആളുകളെ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവിടെ ഗ്രാമങ്ങളിൽ സുവിശേഷം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ളത്. കാരണം ഇവർക്ക് കൗണ്ട് കൂട്ടുക എന്നുള്ളത് ആ ഒരു രീതിക്ക് പറ്റത്തുള്ളൂ. കാരണം പണ്ഡിത്തുകളുടെ അടുത്തോ തിവാരി അല്ലെങ്കിൽ ശർമ്മ തുടങ്ങിയിട്ടുള്ള കൂടിയ ജാതി എന്ന് അവിടെ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളുകൾ, അവിടെ അങ്ങനെയുള്ള ഒരു വർണ്ണ വിവേചനം നടക്കുന്ന ഒരു സ്ഥലത്ത് സവർണരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവിടുത്തെ ആളുകൾ പോലും ജാതിയിൽ താഴ്ത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന, അതായത് പണത്തിന്റെ, ഞാൻ ജാതി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അവരുടെ ഇതിനെ അല്ല, അവരുടെ ആ ടോട്ടൽ ഇതിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷനിൽ അവർ താഴ്ന്നവരായിരിക്കും, പണത്തിൽ അവർ താഴ്ന്നവരായിരിക്കും, അവരുടെ ജീവിത ശൈലിയിൽ അവർ താഴ്ന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് മോഡേൺ അല്ലെങ്കിൽ നമ്മുടെ ആധുനികമായിട്ടുള്ള സംസ്കാരത്തിലേക്ക്, ആധുനികമായിട്ടുള്ള ജീവിതത്തിലേക്ക് അവർ എത്തിയിട്ടില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. ബാക്കിയുള്ള ആളുകളെ അവർ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വളരെ പാടുപെടും. മാത്രമല്ല അവർ പെട്ടെന്ന് പോലീസിന് വിളിക്കുകയോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒരു വിഷയമാവുകയോ ചെയ്യും.